ഈ ഗോവിന്ദമാഷ ലേഖനത്തിൽ പറയുന്ന ആര്യടം ചോട്ടത്ത് പാലം വലിച്ചിട്ടാണ് അന്ന് വി വി പ്രകാശ് തോറ്റത്. അങ്ങനെ ഒരു അഭിപ്രായം സ്ഥാനാർത്ഥിക്കുണ്ടോ? അല്ല, ഞാൻ അങ്ങനെയൊന്നും പറയുന്നത് ഉചിതമല്ല. നമ്മളിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് നിൽക്കുകയല്ലേ. നാട്ടിൽ നടക്കുന്ന ചർച്ചകളെ സംബന്ധിച്ചുള്ള പ്രതികരണമോ വിലയിരുത്തലോ ആയിരിക്കും ഗോവിന്ദമാഷ് എഴുതിയിട്ടുണ്ടാവും. അദ്ദേഹം പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് രാഷ്ട്രീയ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരാളല്ലേ. ഞാൻ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾക്ക് ഇതുവരെ മുതിർന്നിട്ടില്ലല്ലോ. നമ്മളിപ്പോൾ പൊതുവായി നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ദിശയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ വോട്ട് ചോദിക്കാം, വോട്ട് ചോദിച്ചോ? അത് നമുക്ക് വളരെ അടുപ്പമുള്ളവരോട് ചിലപ്പോൾ വോട്ട് ചോദിക്കണമെന്നില്ല. ഇപ്പോൾ അത്രയും അടുത്ത സൗഹൃദവും ബന്ധമൊക്കെ ഉള്ള ആളുകളോട് ചിലപ്പോൾ വോട്ട് ചോദിച്ചോളണമെന്നുമില്ല. മാത്രമല്ല, ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് വെറുതെ ആർക്കെങ്കിലും തലവേദന ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ നടത്തിയത് വ്യക്തിപരമായ ഒരു സന്ദർശനമാണ്, ഒരു സൗഹൃദ സന്ദർശനമാണ്. അതിനിയും ഞാനിവിടെ വരും. മറ്റേ പ്രകാശേട്ടൻ്റെ നേരെ അനിയൻ ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചത്. അദ്ദേഹം അന്ന് KSUവിൻ്റെ നേതാവായിരുന്നു, ഞാൻ SFIയുടെ അവിടുത്തെ ഭാരവാഹിയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത്. മറ്റൊരു സഹോദരൻ ഞാനും ഒരേ സമയത്ത് ഒരേ ക്ലാസ്സിൽ ഞങ്ങളങ്ങനെ പഠിച്ചിട്ടില്ല. പക്ഷേ ഒരേ സമയത്ത് രണ്ട് സംഘടനകളുണ്ട്. അദ്ദേഹം KSUവിൻ്റെ നേതാവും ഞാൻ SFIയുടെ ഭാരവാഹിയായിട്ടുണ്ടായിരുന്നു. ഇവരുമായി എല്ലാം ഉള്ള ബന്ധമുണ്ട്. ഇത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിലുള്ളതല്ല. ഈ കുടുംബാംഗങ്ങളുമായെല്ലാം ബന്ധമുള്ളതാണ്. ഇപ്പോഴും ആ ബന്ധം തുടരുന്നതാണ്. തങ്ങളുടെ സന്ദർശനം സ്വാഭാവികമായും UDF ക്യാമ്പിൽ പുതിയ ആശയക്കുഴപ്പത്തിനും പുതിയ ചർച്ചകൾക്ക് ഇടവരുത്തും എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ ആർക്കെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച് വന്നതേ അല്ല. എനിക്കങ്ങനെ ഒരു ലക്ഷ്യമില്ല. ഞാൻ അത് ഉദ്ദേശിച്ചിട്ടില്ല എന്നല്ലേ എനിക്ക് പറയാൻ പറ്റൂ.